ജോബിൻ മാസ്റ്റർ നായകനാകുന്ന ഒരു ചിത്രം ഉടനെ വരുന്നുണ്ടോ? അത് അജിനെ എല്ലാരും സഹിക്കുന്നതൊക്കെ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അധികം ഇംഗ്ലീഷ് പറയാത്ത ഞാൻ വേറെ ഇംഗ്ലീഷ് പഠിച്ചു. അത് വലിയൊരു കഥയായിരുന്നു. ഞാൻ മിഥുൻ മാനോർ, അവന് ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ. ചെറിയ ക്ലാസ് മുതല് മിഥുൻ അളിയാന്നല്ലാണ്ട് നമ്മള് വിളിക്കൂല. നീ മിഥുൻ മാനോറിന്റെ പ്രസംഗം കേട്ട ഞെട്ടി തരിച്ചു പോകും. വേറെ ലെവൽ. ഞാൻ ഡാൻസിൽ അന്ന് കോളേജിലൊക്കെ ഹൈസ്കൂളിങ്ങിലൊക്കെ ജോബിൻ എന്ന് പറയുന്ന വയനാട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എത്ര ജനങ്ങളുണ്ടോ അതിനെക്കാട്ട് ഒരു ജനങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും പ്രസംഗം കേൾക്കാൻ മിഥുന്റെ. വെടിച്ചില് പ്രസംഗിക്കാൻ കത്തിക്കും. ഫസ്റ്റ് മൂവി ഓം ശാന്തി ഓഷാണ്. അത് ഒരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ എന്റെ ഫസ്റ്റ് അങ്ങനെ എന്നെ രാത്രി വിളിപ്പിച്ചു. അഞ്ചോടായിട്ടും വിളിപ്പിച്ചു. നീ അടുത്ത പാട്ട് ഇതാണ്, വരിയൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരുന്ന സമയത്ത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കലാ മാസ്റ്റർക്കൊക്കെ വൃന്ദ മാസ്റ്റർക്കൊക്കെ പോയി കുറച്ച് പരിപാടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചെല്ലാം ചെയ്യാനുള്ള ഞാൻ ചെയ്തോളാം. ഞാനൊന്നും പറ്റില്ല, ചെയ്താതൊന്നും എനിക്ക് പറ്റില്ല, ഇയാൾ കാണിക്കും എന്നാണ്. നാളെ ഷൂട്ടിങ് രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്. അപ്പൊ ഞാൻ വേഗം ഇങ്ങനെ മന്ദാരം ഏതൊരു ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. ഇതെന്ത് കൂപ്പിലെ ഡാൻസ് എന്നെ തെറി പറഞ്ഞ് അതേ സ്റ്റെപ്പായി ആ സിനിമ കാണുന്നത്. സെയിം ഞാൻ തലേ ദിവസം തെറി കേട്ട ആ സെയിം 8 സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ അവരെ സ്റ്റെപ്പ് തന്നെയാണ് ആ സിനിമ ഫസ്റ്റ് തന്നെ അതന്നെയാ ചെയ്തത്. അതന്നെയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ വിത്ത് കോൺഫിഡൻസ് ഞാൻ അവിടെ നിന്ന് മൈക്കിൽ അവിടെ വരണം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി കൈ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് സൂപ്പർ ആക്ഷൻ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഓം ശാന്തി ഓശാനയിലെ ഇന്നും കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ആ ഒരു പാട്ട്. അതിന്റെ ആ കഥ കൂടെ ലൈറ്റായിട്ട് പറയാം. ആ മൂവി ഡയറക്ട് ചെയ്ത ആരാന്ന് അറിയാലോ, മിഥുൻ മാനോർ. അവന് ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ. ചെറിയ ക്ലാസ് മുതല് മിഥുൻ അളിയാന്നല്ലാണ്ട് നമ്മള് വിളിക്കൂല. ഇപ്പോഴും നമ്മൾ അത്രയും നല്ല കമ്പനികളിലാണ്. അത്രയും ബെസ്റ്റ്. നമ്മൾ ഒന്നിച്ച് ഇതേപോലെ കഷ്ടപ്പാടുകളുടെ നടുവിൽ കൂടെ ഒന്നിച്ച് വയനാട്ടിൽ നിന്ന് കയറി വന്ന ആൾക്കാരാണ് മിഥുൻ മാനോറും. മിഥുനും ഇന്നും വലിയൊരു റേഞ്ചിലാണ് അതേപോലെ അല്ല അറിയാലോ. അദ്ദേഹത്തിന്റെ ഒരു ഞാൻ കോളേജ് ചെറിയത് മുതൽ അദ്ദേഹം ഭയങ്കര പ്രാസംഗികനാണ്. അറിയോ അജിന് അതിനെ കുറിച്ച്? പ്രസംഗിക്കോ? നീ മിഥുൻ മാനോറിന്റെ പ്രസംഗം കേട്ട ഞെട്ടി തരിച്ചു പോകും. വേറെ ലെവൽ. ഞാൻ ഡാൻസിൽ അന്ന് കോളേജിലൊക്കെ ഹൈസ്കൂളിങ്ങിലൊക്കെ ജോബിൻ എന്ന് പറയുന്ന വയനാട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഡാൻസർ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ എത്ര ജനങ്ങളുണ്ടോ അതിനെക്കാട്ട് ഒരു ജനങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും പ്രസംഗം കേൾക്കാൻ മിഥുന്റെ. വെടിച്ചില് പ്രസംഗിക്കാൻ കത്തിക്കും. എന്താ പറയാ, രോമാഞ്ചം വരും. അങ്ങനത്തെ പ്രസംഗമാണ് മിഥുൻ മാനോറിന്റെ. അത് ആരും തന്നെ അറിയില്ല ഈ ഒരു ഭീകരനാന്നുള്ള. അവൻ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പഠിച്ചത്. ഹിന്ദി, ഇംഗ്ലീഷ്, ഏത് മലയാളം, ആ ഒരു സെക്കൻഡിൽ അവൻ ഏത് ഇത് കൊടുത്താലും അവൻ പറയുന്ന പ്രസംഗത്തിന്റെ ഇത് കേട്ട ഇരുന്നു പോകും. അപ്പൊ പുള്ളി അങ്ങനെയായിരുന്നു, ആ ഒരു ലൈനിലായിരുന്നു. ഭയങ്കര റേഞ്ച് ആയിരുന്നു. പക്ഷെ ഒരിക്കലും സിനിമയിലേക്ക് അതേ ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇതേപോലെ തന്നെ ഒരു വൺ ഡേ ഞാനൊരു കുഞ്ഞ് ഏതോ ഒരു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അദ്ദേഹം എന്തോ ഒരു എഴുത്തിന്റെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ എഴുതുകയാണ്. ജോബൻ ഇങ്ങനെ ഒരു പരിപാടി, ഞാൻ അടുത്ത ആഴ്ച ഇവിടെ കൊച്ചിയിൽ വരും, അപ്പൊ നീ എന്റെ അടുത്തൊന്ന് വരണം, നമുക്കൊരു സ്ഥലത്ത് വരെ പോകണം. അങ്ങനെ പറഞ്ഞ് എന്നെയും കൂട്ടി ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ജൂഡ് ആന്റണി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഡയറക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ കാണുന്ന ഫസ്റ്റ് മൂവി ഓം ശാന്തി ഓഷാണ്. അത് ഒരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ എന്റെ ഫസ്റ്റ് ഒരു അത് നസ്രിയ, നിവിൻ അവരൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറച്ച് പോർഷൻ ആണെങ്കിൽ പോലും അതൊരു എൻട്രി തന്നെ. ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടാം. പാട്ട് എനിക്കറിയില്ല. പാട്ടുണ്ടാക്കിയ ഒരു ഓളം ഭയങ്കര ഒരു ഇതായിരുന്നു. അതൊരു അടിപൊളിയായിട്ട് അതെന്റെ ഫസ്റ്റ് ഒരു എൻട്രി ആയിരുന്നു. ആ എൻട്രി ഒരു ഭയങ്കര ഒരു
ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു കാര്യം. അതും മിഥുന്റെ കൂടെ തന്നെ ഫസ്റ്റ്. ശരിക്കും മാസ്റ്ററിന്റെ ഓരോ വാക്കുകളിലും വന്ന വഴി മറന്നിട്ടില്ല കേട്ടോ. അതാണ് വിജയം ഞാൻ കാണുന്നത് കേട്ടോ. അങ്ങനെ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ പാട്ട് ചെയ്യുമ്പോഴിപ്പം അജിൻ ചോദിച്ചപ്പോ ജൂഡ് ആന്റണി ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണല്ലോ. അന്ന് രാത്രിയിൽ എന്നെ ഫസ്റ്റ് ഇതേ ഒരു പാട്ട് ചെയ്യാൻ കൊറിയോ ചെയ്യാൻ വരുന്നു. മിഥുനുണ്ട്, മിഥുനാണ് എൻ്റെ എഴുത്ത്. അങ്ങനെ എന്നെ രാത്രി വിളിപ്പിച്ചു ജൂഡായിട്ടും വിളിപ്പിച്ചു. നീ അടുത്ത പാട്ട് ഇതാണ്. വരിയൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തരുന്ന സമയത്ത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കലാമാസ്റ്റർ അടുത്തൊക്കെ വൃന്ദ മാസ്റ്റർ അടുത്തൊക്കെ പോയി കുറച്ച് പരിപാടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചല്ല ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. ഞാനൊന്നും പറ്റില്ല, ചെയ്താതൊന്നും എനിക്ക് പറ്റില്ല, ഇയാൾ കാണിക്കും എന്നാണ്. നാളെ ഷൂട്ടിങ് രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്. അപ്പൊ ഞാൻ വേഗം ഇങ്ങനെ മന്ദാരം ഏതൊരു ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. ഇതെന്ത് കൂപ്പിലെ ഡാൻസ് അത് ജൂഡേട്ടൻ. അപ്പൊ ഞാൻ തളർന്ന്, ഞാന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പറഞ്ഞു ഇത് ഇവിടുത്തെ ഇതാണോ ഇതിന്റെ. അപ്പം അപ്പൊ ഞാൻ വേഗം പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇതിന്റെ ഒരു വേറെ ടൈപ്പ്. ഇയാൾ കാണിക്കും, അടുത്തത് എന്താ കാണിക്കും. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ രാവിലെ ഷൂട്ടിങ്ങിന് വരുമ്പം എന്റെ സ്വഭാവം എന്താന്നായിരുന്നു. അദ്ദേഹം ഇറങ്ങി പോയി. ഞാൻ അന്നും ഇതേപോലെ കരഞ്ഞു തീർക്കാനല്ലേ പറ്റുള്ളൂ. ഈ കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് ആരാന്ന് അറിയുന്നില്ല, അത് നസ്രിയാണെന്നറിയാം. ഞാനൊരു ഉണ്ടാക്കി വെച്ച ഒരു സ്റ്റെപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെങ്ങനെയാണല്ലോ അത് വേണ്ടെന്ന് പറഞ്ഞു, അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഈ സ്റ്റെപ്പ് അത് ഇങ്ങനെയല്ല കേട്ടോ. പുള്ളി കുറച്ച് ചൂടാന്ന് അറിയാലോ, ഭയങ്കര ദേഷ്യം പിടിക്കും എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറയാം നീയൊക്കെ എവിടുത്തെ കൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് അയ്യോ ഇത്രയൊക്കെ ഞാൻ കലാമാസ്റ്റർ എനിക്ക് ഒന്നുമല്ലേ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇതിനെ വിളിച്ച് ഞാൻ പറഞ്ഞു മച്ചാനെ എനിക്ക് എന്റെ എല്ലാ ഇതും പോയി, കോൺഫിഡൻസ് മൊത്തം പോയി. ഞാൻ എന്റെ സ്റ്റുഡൻസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്ന അന്ന് 4 പേര് കളിക്കുന്നതിനകത്ത് പുറകിൽ ഇങ്ങനെ വയലിൽ കളിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെയാണ് കൊണ്ടുവന്നിരുന്നത്. അവരെ മുന്നിലൊക്കെ വെച്ച് ഇദ്ദേഹം തെറി പറയുന്നതാണ്. നാളെ നീ അങ്ങോട്ടോ ബാക്കി തെറി ഞാൻ അവിടെ പറഞ്ഞോളാം മറ്റേ പുള്ളി പോകുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, മനസ്സിൽ ഇങ്ങനെ വിറയ്ക്കുക. അപ്പൊ ഇവൻ പറഞ്ഞു ഇല്ലടാ ഇത് ഫസ്റ്റ് ഇല്ല, നീ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും, നീ വേറെ എന്തെങ്കിലും നോക്ക്, നീ എന്തെങ്കിലും ഒരു നല്ലൊരു സെറ്റൊക്കെ ആക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി മിഥുൻ പോയി. രാത്രി അങ്ങനെ ഞാൻ അന്ന് മൊബൈലൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, ഒരു സാധാ ഒരു പൊട്ട മൊബൈലുണ്ടായിരുന്നെ. ആ മൊബൈൽ വെച്ച് എനിക്ക് 2 മണി തുടങ്ങി, രാവിലെ 5 മണിക്ക് ഷൂട്ട് പോകണം. ഷൂട്ടിന് കയറുന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്, രാവിലെ അങ്ങോട്ട് പോവാ. 5 മണി വരെ ഞാനൊരു കുഞ്ഞി മൊബൈലിനെ വെച്ച് ചെറിയൊരു ക്യാമറ എന്തോ ഉണ്ട് അതിനകത്ത്. സ്റ്റെപ്പ് ഉണ്ടാക്കല, ഇങ്ങനെ ഉണ്ടാക്കും, അടുത്ത ഉണ്ടാക്കും, ഓയോ ചെറിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു 10-25 സാധനങ്ങള് കൊറിയോ ചെയ്തു വെച്ചു. രാവിലെ വിറച്ചിട്ടാ ചെന്ന് വിറച്ച് രാവിലെ ചെല്ലുമ്പോ പുള്ളി വളരെ റെഡിയല്ലേ ഓക്കെ അല്ലേ. വണ്ടികൾ മൊത്തം ഒരു 10-25 വണ്ടികൾ, ജിബിന്റെ വണ്ടി, സിനി വണ്ടികള്. എനിക്ക് ഉള്ളത് കാണാൻ തുടങ്ങി. ഞാനാണല്ലോ അവിടെ ചെന്ന് ഞാനാണല്ലോ പറയേണ്ടത് എന്നല്ല. പക്ഷെ എനിക്ക് അന്നും പേടിയില്ലായിരുന്നു, ഒരു കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ഐ ക്യാൻ ഡു ദാറ്റ് സംതിങ്. ഒരു ഇതിനകത്തൊന്നും എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടെന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ പുള്ളിയൊക്കെ രാവിലെ തലേദിവസം കേട്ട തെറിയിലല്ല. അങ്ങനെ അവിടെ ചെന്ന് ഷോർട്ട് വെക്കാൻ പറഞ്ഞു. ഇതിനകത്ത് വെഡിങ്ങിനെയാണ് വെക്കുന്നത്, വയലിന്ന് വരുന്നതാണ് ജോബൻ, അങ്ങനെയാണ് ജൂഡാട്ടൻ പറഞ്ഞു. അങ്ങനെ വയലിന്ന് വരുന്നതാണ്, അവിടെ വന്ന് ഡാൻസ് ചെയ്യണം, അങ്ങനെയാ വേണ്ടേ എന്താണ് ചെയ്യുന്നത് വെച്ചു. ജോബൻ ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ വരുന്നതാണ്, ഒരു റണ്ണിങ് ഇത് പോവാം. ഞാൻ അവിടെ നിന്ന് ചെയ്യാൻ പോവാണ്. എന്നെ തെറി പറഞ്ഞ് അതേ സ്റ്റെപ്പായി ഇന്ന് ആ സിനിമയെ കാണുന്നത്. സെയിം വിത്ത് കോൺഫിഡൻസ് ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞു കമോൺ റെഡി, നസ്രിയ റെഡി ആണോ, ഇതാണ് 4 പേര് വരണം, ഇവിടെ നിന്ന് ചെയ്യണു. ഞാൻ അതിന് തന്നെ വേറെയും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജൂഡന് ഇപ്പൊ കണ്ടാച്ചിരിക്കുന്നുണ്ടോ, സെയിം ഞാൻ തലേദിവസം തെറി കേട്ട ആ സെയിം 8 സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ അവരെ ഹുക്ക് സ്റ്റെപ്പ് തന്നെയാണ് ആ സിനിമ ഫസ്റ്റ് ഞാൻ അതന്നെയാ ചെയ്തത്. അതന്നെയാണ് എല്ലാവരും കണ്ടത്. അപ്പൊ വിത്ത് കോൺഫിഡൻസ് ഞാൻ അവിടെ നിന്ന് മൈക്കില് അവിടെ വരണം കഴിഞ്ഞ് പുള്ളി കൈ തന്നെ എന്നെ കെട്ടിപ്പിടിച്ചു സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ അത് പുള്ളിക്ക് എന്തോ അതുകൊണ്ട് ഒരു വലിയ കാര്യം, അതും എന്റെ ഏറ്റവും വലിയ ഒരു അന്ന് തെറി കേട്ടത്. ഞാൻ ഇന്നും സിനിമയ്ക്ക് പോകുമ്പോൾ 5 ടൈപ്പെങ്കിലും കൊറിയോ ചെയ്തിട്ടേ പോകുള്ളൂ. ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ, ഒരു ഡാൻസ് ചിലപ്പം ഇത് ചെയ്യണമെങ്കിൽ ഒരു 5 ടൈപ്പെങ്കിലും ABCD ഒരു 4-5 കൊറിയോഗ്രാഫി അതിന് മനസ്സിൽ കാണും. ചിലപ്പം പാറേന്റെ മുകളിലായിരിക്കും കളിക്കേണ്ടി വരിക, താഴ്ന്നായിരിക്കും വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എപ്പോഴും ഉള്ളിലൊരു
അതും അതെ ജൂഡേട്ടനോട് യാത്രക്ക് നന്ദി പറയാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് വേറൊരു മൂവി, അദ്ദേഹത്തിന്റെ അടുത്തൊരു മൂവിയിലും എന്നെ തന്നെ കൊറിയോഗ്രാഫി. ഇപ്പൊ ഏതൊക്കെ പടങ്ങളിൽ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്? മോർ ദാൻ ഒരു 15 to 20 മൂവീസ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് വന്നത് ഞാൻ പുണ്യാളൻ എന്ന് പറഞ്ഞ മൂവിയാണ് ലാസ്റ്റ് വന്നത്. അത് ഞാനൊരു റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം അർജുൻ അശോകന്റെ കൂടെ തന്നെ കൊറിയോ ചെയ്തതിനകത്ത്. ജോബിൻ മാസ്റ്റർ നായകനാകുന്ന ഒരു ചിത്രം ഉടനെ വരുന്നുണ്ടോ? അത് അജിനെ എല്ലാരും സഹിക്കും. അതൊക്കെ അതൊരു ചെറിയ ചിത്രമാണ്, കുഞ്ഞൊരു മൂവിയാണ്. ഭയങ്കര എന്താ പറയുക, വലിയ ബ്രഹ്മാണ്ഡ മൂവി അങ്ങനെയല്ല. പക്ഷെ മനോജ് ഗോവിന്ദ് ഡയറക്ട് ചെയ്യുന്ന ഒരു നല്ല ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ വരുന്ന, ദുബായിൽ വെച്ചായിരുന്നു എൻ്റെ ഒരു 20 days ഷൂട്ടൊക്കെ ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അധികം ഇംഗ്ലീഷ് പറയാത്ത ഞാൻ വേറെ ഇംഗ്ലീഷ് പഠിച്ചു. അത് വലിയൊരു കഥയായിരുന്നു. നമ്മൾ സാധാരണ മലയാളം ഇതിൽ പഠിച്ച മലയാളം മീഡിയം LP സ്കൂളും UP സ്കൂളൊക്കെ പഠിച്ചു വന്ന ഇതാണ് ഞാനൊക്കെ നമ്മുടെ വയനാട്ടില്. പക്ഷെ ഇത് ഒരു ചലഞ്ചായിരുന്നു എനിക്ക്. എന്നെ കണ്ട് ഇഷ്ടമായിട്ട് എന്നോട് മനോജ് എന്ന് പറഞ്ഞൊരു, ഞാൻ കൊറിയോ ചെയ്യാൻ, ഇദ്ദേഹത്തിന്റെ ഒരു പടത്തിന് കൊറിയോ ചെയ്യാൻ പോയത്. അപ്പം പറഞ്ഞു നീയാണ് എൻ്റെ അടുത്ത പടത്തിലെ നായകൻ. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷം, അത് കൊള്ളാലോ സാർ, ഓക്കെ താങ്ക് യു അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഒരു 2 ആഴ്ച മുന്നോട് പറഞ്ഞു, മോനെ അത് ഇംഗ്ലീഷ് മൂവിയാണ് കേട്ടോ. 2.5 മണിക്കൂർ ഇംഗ്ലീഷ് മൂവിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മനോജി, വേറെ ആരെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞാൻ ഓക്കെയാണ്, ബട്ട് ഞാനൊരു മലയാളം മീഡിയം പഠിച്ചൊരു പയ്യനാണ്, പക്ഷെ ഞാൻ സംസാരിക്കും. പക്ഷെ അത്രയും എന്ന് പറയുന്നത് മറ്റേ ഇതിനകത്തുള്ള ഒരു ഇപ്പത്തെ സിനിമയിലൊക്കെയുള്ള ഒരു ഇംഗ്ലീഷുകാരിയാണ്. അപ്പൊ അത്രയും ഫ്ലോ ആയിട്ട് എനിക്ക് ഈ ഒരു ഇമോഷൻസ് ഒക്കെ പറയാൻ വേറൊരു നായകനെ എനിക്ക് വേണ്ട. ഞാൻ വേറെ ആളെ കണ്ടുവച്ചിരുന്നു, പക്ഷെ നിങ്ങൾ മതി, നിങ്ങൾ വേണം അത് ചെയ്യാൻ. അങ്ങനെ ഒരു 10 ദിവസം ഞാൻ ആ സ്ക്രിപ്റ്റ് മൊത്തം എടുത്ത് ഇംഗ്ലീഷൊക്കെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് അവള് തെറ്റിച്ചു, ഞാൻ ശരിയാക്കി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ പടത്തിന് വേണ്ടി കാത്തിരിക്കുക. ചെറിയ മൂവിയാണ്, കുഞ്ഞു മൂവിയാണ്. അത് അതിന്റെ മലയാളം ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നു, അതിന്റെ ഹിന്ദിയും എന്തോ വരുന്നുണ്ട്. ചെറിയൊരു മൂവി, പക്ഷെ ഒരു നായകനായ ഒരു മൂവി എന്നെ വെച്ച് ചെയ്യാൻ അദ്ദേഹം ചെയ്ത ഒരു ഇതിനും ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതെല്ലാം പോട്ടെ, വിവാഹ ജീവിതം കഴിഞ്ഞിട്ടുള്ള ലൈഫ് അടിപൊളി. നമ്മുടെ അവളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഇതിനും അജിൻ വന്നിരുന്നു അല്ലേ? വരാൻ പറ്റിയില്ല, വിളിച്ചിരുന്നു അജിന്റെ. പക്ഷെ അജിന്റെ നമ്മുടെ കല്യാണ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. എല്ലാവരും അതിനെ ഒത്തിരി കമന്റ് ചെയ്തു, ഒത്തിരി അജിൻ വന്ന അതിന്റെ ഇതിലൊക്കെ എടുത്ത കുറെ കാര്യങ്ങൾ നല്ലതായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് വരാൻ പറ്റാതിരുന്ന ആള് അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോർട്ടിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹൈക്കോർട്ടിൽ നിന്ന് മാറി ഇപ്പം ഒരു ബാംഗ്ലൂരില് കോർട്ടിന്റെ ഒക്കെ ലോന്റെ ഇതിലൊക്കെ ഒരു കമ്പനിയിലാണ്. അപ്പൊ തിരിച്ചു വരുന്ന വരവിൽ നമുക്കൊന്നും ഇരിക്കണം എല്ലാവർക്കും കൂടെ. പിന്നെന്താ, പുള്ളി ഒരു സൈഡാണ് എനിക്ക് എപ്പോഴും എന്റെ എപ്പോഴും എല്ലാം എന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് തന്നെ. അമ്മച്ചീനെ പോലെ തന്നെ ഇപ്പം പുള്ളി ഇപ്പൊ അമ്മച്ചി പറയുന്ന ഒരു ഇതുണ്ട്, നീ വന്നതിന് ശേഷം എനിക്ക് സമാധാനം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോളൂ, ഭക്ഷണം കാര്യങ്ങളൊക്കെ, ബാക്കി കാര്യങ്ങള് അവളെ എന്റെ കൂടെ തന്നെ. പ്രണയവിവാഹമായിരുന്നു, സ്നേഹത്തോടെ തന്നെയായിരുന്നു. അവള് വന്ന് പ്രണയവിവാഹം എന്ന് പറയാമല്ല, കണ്ടു, സംസാരിച്ചു. അവരുടെ വീട്ടിൽ തന്നെ ഫാമിലി ഇപ്പം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നന്നായിട്ട് പ്രണയിച്ച് നന്നായിട്ട് എന്റെ കൂടെ തന്നെ എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ആള് ഉണ്ട്. ഇന്നും ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അവൾ അവിടെ നിന്ന് പറഞ്ഞു എല്ലാ അന്വേഷണ അജിനോട് പറയണമെന്ന്. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്താണെങ്കിലും കാണാം. അമ്മേ, കുറെ നേരമായി, നമുക്കൊരു പാട്ടിലോട്ട് പോവാം. അമ്മച്ചി ഇങ്ങനെ നീ ഇത് ഫയർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറുപടാന്ന് 5-6 പാട്ടൊക്കെ ഒന്നിച്ച് പാടിക്കില്ലേ ചിലപ്പോ. അമ്മേ, ജോബി മാസ്റ്റർ വന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രണയിക്കുന്നവർക്കും അല്ലെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്നവർക്കും വേണ്ടി ഒരു പാട്ടുണ്ടെന്ന്. അമ്മച്ചി നമുക്ക് പാടാവോ? പപ്പ ഇല്ല, പപ്പേനൊക്കെ ലൈൻ അടിച്ച് വീട്ടുകാരല്ല അല്ല വെറുതെ പറയുന്നെന്ന് പറയും. ഇവിടുന്ന് പപ്പ ഭയങ്കര സുന്ദരനായിരുന്നു. ഇവിടുന്ന് അമ്മച്ചി ഇപ്പോഴും സമ്മതിക്കുമല്ലോ ഇത്. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. വയനാട്ടിൽ നിന്ന് തലശ്ശേരി വരെ വണ്ടിന്റെ പുറകിൽ സൈക്കിളും ചവിട്ടി പോയി എന്ന് പറഞ്ഞ ഇതൊക്കെയാണല്ലോ ഫിഗർ. ഓ പിന്നല്ല. അപ്പൊ ഒന്ന് പാടിക്കോ. കള്ളച്ചിരി ചിരിച്ചെന്നോടടുക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നെ മയക്കേണ്ട, കണ്ണെഴുതി കറുപ്പിച്ചു നടക്കേണ്ട, കത്തെഴുതി കടലാസു കളയേണ്ട. കളിവഞ്ചി പോലൊരു നാക്കാണ്, കിളിച്ചുണ്ട് പോലൊരു മൂക്കാണ്. കളിവഞ്ചി പോലൊരു നാക്കാണ്, കിളിച്ചുണ്ട് പോലൊരു മൂക്കാണ്.
എലിവാല് പോലൊരു മുടിയാണ് എലിബാണം പോലൊരു പോക്കാണ് കള്ളച്ചിരി ചെന്നോടടുക്കെ കള്ളത്തരം പറഞ്ഞ മയക്കേണ്ട കണ്ണെഴുതി കറുപ്പിച്ചു നടക്കേണ്ട അത്തരുതി കടലാക്ക് കളയേണ്ട നോട്ടമെന്തൊരു ഗമയാണ് ആ പോക്കിലെന്തൊരു ഡമ്പാണ് ആ നോട്ടമെന്തൊരു ഗമയാണ് ആ പോക്കിലെന്തൊരു ഡമ്പാണ് പെരുമാറ്റമിന്നറു വഷളാണ് പരിതാപമേ നിൻ ഗതികേട് കള്ളച്ചിരി ചിരി ചെന്നോടടുക്കേണ്ട കള്ളത്തരം പറഞ്ഞെന്ന് മയക്കേണ്ട കണ്ണെഴുതി കറുപ്പിച്ചു നടക്കേണ്ട കത്തെഴുതി കടലാക്ക് കളയേണ്ട കോളേജ് കുട്ടികൾക്ക് ഞാനും കൊണ്ടുപോയിക്കോട്ടെ വീട്ടിലോട്ട്. കൊണ്ടുപോയിക്കോ പോരുന്നു എന്റെ കൂടെ കൊണ്ടുപോയിക്കോ പോകുമ്പോ തന്നെ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രേമമെന്നൊരു പുലിവാല് പിടിയേറ്റു പോയാൽ കുലുമാല് പിന്നെ ബ്രേക്കില്ലാത്തൊരു പോക്കാണ് റെയിൽ പാളം നോക്കി നടപ്പാ. അതാണ് എന്റെ പ്രണയത്തെ പറ്റി ഇത്രയും പാടണമെങ്കില് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അതെ ഒരു ഇതുമില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പപ്പ പുറകില് എന്റെ പുറകിൽ നടന്നേ ഞാൻ ചെയ്യുന്ന ഇവിടുന്ന് തലശ്ശേരി വരെ തലശ്ശേരി വരെ സൈക്കിളിൽ പുറകെ പോയി പോകുന്ന. അപ്പൊ അമ്മച്ചേരി നോക്കിയില്ല അല്ലേ? എനിക്ക് ഞാൻ നോക്കിയപ്പോ കണ്ടു. അല്ല എന്റെ ഫ്രണ്ട്സ് കാണിച്ചു തന്നു. ഞാൻ ബോർഡിംഗ് ഹൗസിൽ അവിടെയായി. ഞാൻ ഫ്രണ്ട്സുകളൊക്കെ വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു, ഞങ്ങൾ പെൺകുട്ടികളൊക്കെ. അപ്പൊ അവര് ജോർജ് നിന്റെ പിന്നെ പുറകെ നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ പറയാം അത് തന്നോട്ടെ എന്നെ ഇതാ ഇത് എന്നൊക്കെ ഇപ്പം പറയും. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? പുതിയ വിശേഷങ്ങൾ, പുതിയ പുതിയ മൂവീസ് കുറെ വരാനുള്ളതുണ്ട്. പുണ്യാളായിരുന്നു വിശേഷം, അതിപ്പോ ഇപ്പൊ തന്നെ ഇറങ്ങി. ഇനി ഒരു 2-3 മൂവി ഇപ്പൊ ഇറങ്ങാനുണ്ട്. 3-4 മൂവി പുതിയ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ ഏഷ്യാനെറ്റിന്റെ ഷോസ്, ഫ്ലവേഴ്സ് ചാനൽ ഷോസുകളും, പിന്നെ പുറത്ത് ഒരു അക്കാഡമി കൂടെ ഓസ്ട്രേലിയയിലും കൂടെ നമ്മൾ പുതിയൊരു നമ്മുടെ ജയസിന്റെ തന്നെ പുതിയൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെർത്തില്. അപ്പോൾ നമ്മളെ ചെറിയ വയനാട്ടിൽ തുടങ്ങിയതായിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് അക്കാഡമിന്റെ. അപ്പം അത് പുറത്തേക്കും കൂടെ നമ്മളൊന്ന്. അപ്പൊ എല്ലാം വൻ വിജയമാവട്ടെ. മാസ്റ്ററിന് ഇതുപോലെ തങ്കം പിടിച്ചൊരു അമ്മയും അമ്മയ്ക്ക് ഇതുപോലെ നല്ലൊരു മോനെ കിട്ടിയതും ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ. അപ്പം മാസ്റ്റർ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നു. പിന്നെ അജിനോട് എനിക്കൊരു താങ്ക് യു പറയാൻ. അജിന്റെ എല്ലാ വീഡിയോസും ഞാൻ പിന്നെ എനിക്ക് പേടിയാ നിന്നെ കാണുമ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കോ, അപ്പൊ വരുമ്പോ ദൈവമേ എന്തായിരിക്കും ചോദിക്കുക എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല, വെരി ഹാപ്പി. അജൻ എന്താ പറയാ, ഒരു നല്ല ഗുഡ് സോളാണ്. അവിടെ ഭയങ്കര ഞാൻ കൂടുതൽ സംസാരിക്കാത്തായിരുന്നു. പക്ഷെ നീ വന്നതിന് ശേഷം, അജൻ വന്നതിന് ശേഷം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലാം നല്ല ഇതിലായിരുന്നു. സോ നല്ലൊരു അടിപൊളി. നീ രാവിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ബിരിയാണിയും സാധനങ്ങളൊക്കെ നിനക്ക് വേണ്ടി ഉണ്ടാക്കി കൂടെ വെച്ചത്. അതുകൂടെ കഴിഞ്ഞിട്ടേ ഉണ്ട തന്നിട്ടില്ല. അതാ ഉണ്ട തന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു.